അച്ഛാ എന്ത് വന്നല്ലേ? ആ എന്ത് വെറുതെ ചോദിച്ചാ? പഠിക്കാനൊന്നുമില്ലേ? പഠിക്കാനുണ്ട്. എന്നാ പോയിരുന്നു പഠി. കൊച്ചിനെ പഠിച്ചാ പോരെ? ഒന്ന് പോച്ചേ. എന്താ ഉദ്ദേശിച്ചോ? പറയേ. ഓ ഇത് ശരിയാവൂല. ശരിയാവൂലേ? ഈ പിന്നെ അകത്ത് പോട്. ആ അച്ഛൻ വന്നാ? എന്ത് വരണ്ടായിരുന്നാ? അല്ല ഞാൻ അച്ഛനെ വിളിക്കാൻ വേണ്ടി ഇരിക്കുവാന്ന്. കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നേ. കുറച്ച് സാധനം മേടിക്കാനുണ്ടായിരുന്നു. കാശിനെ പറഞ്ഞുവിട്. അവൻ പഠിക്കുവാ. മുടിനെ പറഞ്ഞുവിട്. ചേട്ടനകത്തുണ്ടോ? ആണേ ഞാൻ ഇപ്പൊ കയറി വന്നല്ലേ ഉള്ളൂ. എനിക്ക് എങ്ങനെ അറിയാം? നിനക്ക് അറിഞ്ഞുവിടായിരുന്നാ? അച്ഛാ രാവിലെ എവിടെയായിരുന്നു യാത്ര? ഊട്ടിയിൽ പോയിരുന്നു. ദൂരസ്ഥലത്തേക്ക്. എടാ സൈറ്റിൽ പോയ കാര്യം നിനക്ക് അറിവിടാ. എന്താണ് കിന്നാനെ ചോദിച്ചു വന്നോളെ. അച്ഛൻ സൈറ്റില് ജോലിക്ക് പോണത് ഊട്ടിയിലെ കുതിര സവാരിക്ക് പോണത് ഏതാണ്ട് ഒരേ കണക്ക് തന്നെയാ. വെച്ചോ നിന്റെ ഭർത്താവിനോട് തമാശ പറഞ്ഞ് തട്ടി കളിക്കും പോലെ എന്റെ അടുത്ത് വന്നാണ്ടല്ല അടിച്ച് പറ്റിയത് ഞാൻ. എന്തോ വെച്ചാ ഇത് തമാശ പറയാ. വാട്ട്സ് ഡാറ്റ്? എന്താണ് പ്രശ്നം? എന്താണ് സൈറ്റിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഡേയ് നീ ഇവിടെ പഠിച്ചോണ്ടിരുന്നല്ലടാ തന്നെ. ആരും ഇവിടെ എന്തെങ്കിലും സംസാരിച്ചാൽ ഉടനെ ഓടിക്കൊണ്ടുവരൂ. അല്ല ഇവിടെ ഭയങ്കര പൊട്ടലും ചിറ്റലും കേട്ടപ്പോ ഞാൻ വന്നേ ഉള്ളൂ. ഒട്ടലും ചുട്ടലും കേട്ടാ ചേഷ്ടം വരും. ഞാനും പറയാൻ പോലെ ഒട്ടലും ചീട്ടലും കേട്ടാ കാശോട്ടാൻ വരും. അയ്യാ ഡേയ് പോയത് വേടാ പോടാ. യേശുവേ ഇത് സൈറ്റിൽ എന്തെങ്കിലും മണ്ടത്തരം ഒപ്പിച്ചിട്ടെ എൻജിൻ സാറിന്റെ വായിന്ന് തെറി കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും. ഇതിന് സൈറ്റില് ആരെന്നെ വിളിച്ചു? എഞ്ചിനീയറാ? ആ എഞ്ചിനീയർ എത്ര വിളിച്ചതാ? ആ വിളിച്ചാണ്. എഞ്ചിനീയർ ആരെന്നൊക്കെ അറിയാം. എന്നെ എത്ര വിളിച്ചതാ? എന്തെന്നാ എഞ്ചിനീയർ എന്നെ ചീത്ത വിളിച്ചതാ? എന്റെ അച്ചാച്ച ഒന്നും പോയേ. ഒന്നാമത് അച്ഛന്റെ മൂഡ് ശരിയല്ല. പിന്നെ അമ്മയില്ലാതെ കൊണ്ട് എന്റെ പെടലേക്ക് കയറാന്ന് വെച്ചാൽ അത് ഞാൻ സമ്മതിക്കൂല. ഒരു അച്ഛന്റെ മുഖത്ത് വെച്ച് സംസാരിക്കണല്ല ഇപ്പൊ പറയണത് കേട്ടാ. ലോക്കൽ പിള്ളേർ വിളിച്ച് സംസാരിക്കൂല. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എന്റെ മുഖത്ത് ചീത്ത വിളിച്ചല്ലേ. ചീത്ത വിളിപ്പിക്കാതിരിക്കണം. അതിലാണ് അച്ഛന്റെ കഴിവിരിക്കണം. എന്തോ പ്രശ്നം? പ്രശ്നോ? അതിന്റെ അർത്ഥം എന്നാണ് നീ ഇപ്പൊ പറഞ്ഞ? ഞാൻ എന്തെങ്കിലും തെറ്റായി പെരുമാറിയാ നീ എന്നെ ചീത്ത വിളിക്കാനുള്ള വിദൂര സാധ്യത ഉണ്ടെന്നല്ലേ ഇല്ലേ? അച്ഛാ അച്ഛൻ എന്തോന്ന് വെച്ചാ വേണ്ടത്? ഇറക്കാ നീ പടാ. നിന്നെ ആരും വിളിച്ചത്? പടാ. അച്ഛനെ ആരെങ്കിലും വിളിച്ചിട്ടാണ് അച്ഛൻ ഇങ്ങോട്ട് വന്നേ? എനിക്ക് വിളിക്കാതെ കയറി വരാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും വിളിക്കാണ്ട് കയറി വരാം. ലച്ചുവേ എന്റെ പൊന്നുമക്കളെ ഇന്ന് കരഞ്ഞോട് കൂടി പളത്ത് പോകും. അച്ഛാ അങ്ങനെയാണെങ്കിൽ അച്ഛനും ഒന്ന് കരഞ്ഞോണ്ട് നെയ്യാറ്റിൻകരയ്ക്ക് പോവും. കണ്ടടേ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് തടയാൻ ആരും ഇവിടെ ചോദിക്കാനും പറയാൻ ആരും ഇല്ലടേ. അച്ഛൻ എന്താ പ്രശ്നം? കഴിഞ്ഞ 4-5 ദിവസം എന്റെ പേരിലായിരുന്നു ഈ വീട്ടിൽ വഴക്ക്. ഇതിപ്പോ ഒരു കാര്യമില്ലല്ലോ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ കളിയും ചിരിയൊക്കെ പോയി. ഇവ പ്രശ്നം ആരാ? പ്രശ്നം മാത്രോ? ഞാനൊരു കാര്യം പറയാം. അമ്മ ഇവിടെ ഇല്ല. ഇടിച്ചു ഞാൻ പിരുത്തളായി. അച്ഛാ എനിക്ക് ഇവിടെ സമാധാനത്തോടെ പഠിക്കണം. ഞാൻ ഒരു 10ാം ക്ലാസ്സുകാരനാണ്. ഞാൻ നിന്നെ മടി കയറിയിരിക്കണടാ. അച്ഛാ അച്ഛാ പോ അച്ഛാ. അവള് വല്ല ചായ കട്ട ചായ എന്താ വെച്ചാൽ അവള് ഇട്ടോണ്ട് വന്നോളും. അച്ഛൻ ചെല്ലി. പിന്നെ ഞാൻ ഇപ്പൊ ഇട്ട് കൊടുക്കും. അച്ഛന്റെ വാരിക്കണ ചീത്ത മൊത്തം കേൾക്കോ മേഡം? എന്നിട്ട് ചായ ഇട്ട് കൊടുക്കണോ? നടക്കൂല. പണ്ട് അച്ഛൻ കുടിച്ചോണ്ട് വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കുടിക്കാതെ വന്നാണ് പ്രശ്നം ഉണ്ടാക്കണം. ഒരു കേശുവേ ഇല്ല. അവൻ പറഞ്ഞു കൊള്ളാരും തന്നെ. അച്ഛൻ എപ്പോഴും വഴക്കുണ്ടാകുന്നതാണ് ഇഷ്ടം. അച്ഛാ അച്ഛൻ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഞാനും താന്നു തരാൻ പോകുന്നില്ല. ഞാനേ കുറച്ച് വഴക്കാളിയൊക്കെ തന്നെയാ. ലച്ചുമോളെ നീ പേടിപ്പിക്കല്ലേ. നീ 10 പറഞ്ഞാൽ ഞാൻ 20 പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ 30 പറയും. ഞാൻ 40 പറയും. ഞാൻ വല്ലതും പറയുന്നുണ്ടോ? അച്ഛൻ അടുക്കള കയറി വന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ നാണമില്ല ചേച്ചി. നീ പോടാ. നീ ഒരുത്തൻ കാരണമാണ് ഞാൻ ഭ്രാന്തനായത്. ഞാൻ കാരണം ഒന്ന് ഭ്രാന്തായത്. അച്ഛൻ ഇനി ജയിക്കാൻ വേണ്ടി പല കാരണങ്ങളും പറയും. വെളിയിലുള്ള ദേഷ്യം ഇവിടെ വന്ന് കാണിക്കും. എന്തിനാ പാറുവിനെ വിളിക്കണേ? ആള് പറഞ്ഞാലും കാര്യമൊക്കെ തന്നെയാ. അച്ഛാ അച്ഛന്റെ ജോലി നോക്കി അവിടെ പോയി ഇരിയച്ചാ. എടാ നമുക്ക് അമ്മയെ വിളിക്കാം. അമ്മ വിളിച്ചിട്ട് കാര്യം പറയാം. ഇവിടെ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കണം. ചേട്ടൻ വിളിക്കാട്ടാ. വേണ്ട ഏട്ടാ വിളിക്കണ്ട. അമ്മ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവിടെ പടം സ്വസ്ഥമായിട്ട് ഇരിക്കിട്ട്. ഓ നീ പറഞ്ഞ കറക്റ്റാണ്. ഇവിടെ സ്വസ്ഥത കിട്ടണല്ലോ. അവിടെയെങ്കിലും പോയി സമാനത്തോടെ ഇരിക്കട്ടെ. അയ്യോ അമ്മേനൊക്കെ സമ്മതിക്കണല്ലേ. 1-2 ദിവസം ഒന്നുമല്ലല്ലോ, കുറെ വർഷമായില്ല അച്ഛനൊക്കെ സഹിക്കാൻ തുടങ്ങിയിട്ട്. എന്തോന്ന് അവളെ തൊട്ട് അപ്പൊ കാണിച്ചു തരാം. അങ്ങനെ ആവശ്യമില്ലാതെ അടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ. അച്ഛൻ അടുക്കളയിൽ നിന്ന് പോണം. പോയാ വെച്ചു എല്ലാം കൂടെ സെറ്റ് ആയിക്കണല്ലേ. കാണിച്ചാ കണ്ടാ കാണിച്ചാ നിന്നെ ഞാൻ ചെവിക്ക് തുള്ളിക്കോ. നോക്കണത് പിള്ളേരെ പിരുത്തള ഞാൻ ഇടുക്കി അപ്പുറത്തുണ്ട് UKG പിള്ളേർ. അവരെ പേടിക്കും. ഇതിന്റെ പഴയ കഥയൊക്കെ പറഞ്ഞു വിടും. ഇത് കാര്യത്തിന് എല്ലാം പഠിപ്പിച്ചു വിട്ടേക്കണേ തള്ള അല്ലേ?
സമയത്തൊരു കാര്യം പറഞ്ഞാൽ കേൾക്കൂല, ധിക്കരിക്കും, തോലച്ചടുക്കും. എവിടെ ഇവനൊന്നും ഒരു കാലത്ത് നന്നാവുമ്പോണ്ട, ഒരു കാലത്തും. ഗ്രൂപ്പ് ഫോട്ടോയാ അല്ല ഇവിടെ നിൽക്കണത് നിരന്ന് വേടാ. കുത്തിരുന്ന് പ്രാഗുവാണല്ലേ. സാധാരണ അച്ഛന്മാര് മക്കളെ നല്ലതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയത്തുള്ളൂ. ഇവിടെ നേരെ തിരിച്ചാ, ഫുൾ പ്രാക്ക്. എനിക്ക് പഠിക്കാൻ വെച്ചത്. അയ്യോ, അല്ലെങ്കിൽ അങ്ങ് പഠിച്ച് തള്ളു. വെച്ച് മക്കളൊരു കാര്യം ചെയ്യ്, കുഴിപ്പുള്ളത് പോയിട്ട് വാ. അവിടെ ചെന്ന് 2 ദിവസം നിന്ന് ഇപ്പൊ മനസ്സമാനം കിട്ടും. ചെല്ലേ. ആ, അച്ഛൻ കുഴിപ്പളത്ത് പോകാൻ പറഞ്ഞപ്പോഴത്തെ ഞാൻ ഒരു കാര്യം ആലോചിച്ചിട്ട്. എന്ത് കാര്യം? അല്ല, ഞാൻ 2-3 ദിവസം അത് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാര്യം പറയടേ. അച്ഛനെ എഞ്ചിനീയർ സാറിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടേ ഒരാഴ്ച നെയ്യാറ്റിങ്കരെ പോയി നിൽക്കും. അതാകുമ്പോഴത്തേക്ക് അച്ഛനും കുറച്ച് മനസ്സമാധാനമൊക്കെ കിട്ടുമല്ലോ. എനിക്കിവിടെ മനസ്സമാധാനം ഒരു കുറവില്ല. അയ്യോ, അച്ഛനല്ല, ഞങ്ങൾക്ക് മനസ്സമാധാനം കിട്ടുമല്ലോ എന്ന്. ഞാൻ മിണ്ടാരടി. അല്ല, അവള് പറഞ്ഞാലും കാര്യമുണ്ട്. അച്ഛൻ കുറച്ച് നാള് ഇവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ, ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് സ്വസ്ഥത സമാധാനമൊക്കെ കിട്ടും. അത് കറക്റ്റാണ് കേട്ടോ. അച്ഛൻ നെയ്യാറ്റിങ്ങനെ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അമ്മൂമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി തരും. അതൊക്കെ കഴിച്ച് അവിടുത്തെ പാടത്തും പറമ്പത്തൊക്കെ ഓടി നടന്നു കഴിയുമ്പോൾ അച്ഛൻ്റെ മൈൻഡ് ഒന്ന് റിലീഫാവും. ആ കൂട്ടത്തില് അമരവള നമ്മുടെ കുഞ്ഞമ്മേനെ കൂടെ ഒന്ന് കണ്ടിട്ടോ? അയ്യോ, രസമെല്ലാം ഉണ്ട്. എടുത്തോണ്ട് വിട്ടാച്ചാ. എടുത്തോണ്ട് വിടാനാ കൊള്ളാം കേട്ടാ. എല്ലാരും കൂടെ നാട് കിടത്തുള്ള പരിപാടിയാണല്ലേ. ഈ നേരായ മാർഗത്തിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നിൽക്കാം. അച്ഛൻ നിർത്തറി. ചുമ്മാ ഓരോന്ന് പറഞ്ഞ അച്ഛനെ പിന്നെ ദേഷ്യം പിടിപ്പിക്കില്ലേ? അച്ഛൻ ശരിക്കും എന്താ പ്രശ്നം? അച്ഛൻ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പുറത്തെടുത്ത് കൊട്ടു. അപ്പൊ പകുതി പ്രശ്നം തീരും. പറ. എടാ മുടിയാ, നിന്നോണ്ടല്ല കെട്ടിട്ടടിക്കണം. എടാ ഇന്നലെ പഴമായിരുന്നാണ് അതിന്റെ വായിൽ. 2 ദിവസം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നലെ പെണ്ണാണാൻ പോയിരുന്നു ഇഞ്ചിയുടെ വീട്ടിൽ. അതാണാ. അതിപ്പോ സമയമുണ്ടല്ലോ, ഒരാഴ്ച കഴിയുമ്പോ പോവാന്ന് പറഞ്ഞില്ലേ? ക്യാരക്കോട് അവിടെ പെണ്ണാലാഴ്ചയുണ്ട്. എടാ നല്ല കിളി പോലത്തെ ഭയ അനന്തരയുടെ കണ്ടടാ ഇഞ്ചിയുടെ. ഇവിടെ ഫിക്സ് ആയി. ഇഞ്ചിന് ഇന്നാണ് കാര്യം പറഞ്ഞത്. കയ്യിൽ നിന്ന് പോയില്ലടാ മുടിയാ. എന്തായാലും നന്നായി. നന്നായാ? ആകെ നന്നായി. അല്ല, അവൾക്ക് നന്നായി. അവ കുട്ടിക്ക് നല്ല ബന്ധം കിട്ടിയില്ലേ? ആ കുട്ടി നിനക്ക് നല്ലൊരു ബന്ധം പോയില്ലടാ. കുഴപ്പമില്ല, നമുക്ക് സെറ്റാക്കാലോ.